ഇപ്പോൾ CPM ആ പ്രതിഷേധം വളരെ ആഘോഷിക്കുന്ന മട്ടിലാണ് ഞാൻ കാണുന്നത്. പക്ഷെ സംഭവിച്ചത് എന്താണ് എന്നുള്ളതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരണ്ടേ? എന്തൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ ജനങ്ങളെ അറിയിക്കണ്ടേ? വധശ്രമത്തിന് കേസെടുക്കുകയാണ്. അപ്പോൾ ഒരു ക്രൂരമായ അക്രമം നടന്നു. ഏതാണ്ട് വളരെ ജീവന് ആ പരിക്കിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരട്ടെ, ജനങ്ങൾ അറിയട്ടെ. എന്നിട്ട് അത് പരിശോധിച്ചിട്ടുള്ള ഡോക്ടർമാരുണ്ടല്ലോ, അതിന് മുകളിലുള്ള ഡോക്ടർമാരും ഉണ്ടല്ലോ, അവരൊന്ന് പരിശോധിക്കട്ടെ. ഇതിനകത്ത് എന്താണ് ഗൗരവം, ഏത് രൂപത്തിലുള്ള പരിക്കാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജനങ്ങൾക്കറിയാൻ കഴിയണ്ടേ? നമ്മളവിടെ നിന്ന് കണ്ട ചില സീൻസുണ്ട്. ചിലപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ആ സമയത്തുള്ള നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന സീനിൻ്റെ ആ രൂപത്തിലായിരിക്കണമെന്നില്ല അവിടെ ഉണ്ടായ യഥാർത്ഥ സംഭവം. അതുകൊണ്ട് ആ പരിക്കിൻ്റെ വിവരങ്ങളെല്ലാം പുറത്തു വരട്ടെ. മെഡിക്കൽ ബോർഡിൻ്റെ പേരിലാണിത് വന്നത്. അത് സംസ്ഥാന തലത്തിലുള്ളൊരു മെഡിക്കൽ ബോർഡ് പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് ഇതിൽ ജീവഹാനിക്ക് ഉണ്ടാകുന്ന രൂപത്തിൽ ഏത് പരിക്കാണ് ഉണ്ടായത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കട്ടെ. വധശ്രമം എന്ന് പറയുമ്പോൾ കണ്ണുരുട്ടി കാണിച്ചാലും വധശ്രമം എന്ന് പറയാൻ പറ്റുമല്ലോ. എന്തെങ്കിലും ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? കാരണം കേരളത്തിലെ ഒരു മന്ത്രി, ആ മന്ത്രിക്ക് അങ്ങനെ ഒരു ക്ഷതയാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷേ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കല്ലെറിഞ്ഞിട്ടുള്ള ആളുകൾ അവരും ഈ കൂട്ടത്തിൽ ബഹളം ഉണ്ടാക്കാൻ കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ ഔദ്യോഗികമായ ഒരു ചടങ്ങിന് വേണ്ടി അദ്ദേഹം കണ്ണൂരെത്തിയപ്പോൾ, പോലീസിൻ്റെ ഒരു യോഗത്തിന് വേണ്ടി അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് കല്ലെറിവുണ്ടായി, അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പരിക്കുണ്ടായിരുന്നു. നെഞ്ചിലെ പരിക്ക് വളരെ ഗുരുതരമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ നമ്മളത് ഒരു ബഹളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധ പ്രകടനവും വേണ്ട, ഞാൻ വന്നതൊക്കെ ഞാൻ സഹിച്ചു എന്ന് മാത്രമല്ല, ആരെയും അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പോലും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ നിലപാടതാണ്, ആരെയും അറസ്റ്റ് ചെയ്യേണ്ട, അതെന്താണ് എന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ എന്നുള്ള നിലപാടാണ് അവിടെ എടുത്തത്. അല്ലെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്രമം ഏത് ഭാഗത്തുനിന്നുണ്ടായാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ടായാലും ആർക്കെതിരായിട്ടാണെങ്കിലും നമ്മൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല. നമ്മൾ മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകുന്ന, ഗാന്ധിജിയുടെ ആശീർവാദമുള്ളൊരു പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഗാന്ധിയൻ ചിന്തയാണ് നമ്മളുടെ മനസ്സിലുള്ളത്. പക്ഷെ നമ്മളിത് മൊത്തം കാണുമ്പോൾ നമുക്കതിനകത്ത് അസ്വാഭാവികതയുടെ ഒത്തിരി ലിങ്കുകൾ കാണുകയാണ്. എന്താണെന്നുള്ളത് പരിശോധിക്കട്ടെ. ഇതിനുശേഷം തുടർച്ചയായിട്ട് ഈ കൊടികൾ നശിപ്പിക്കുന്നു, പാർട്ടി ഓഫീസുകൾക്ക് നേരെ ഉണ്ടാകുന്നു, ചില സ്ഥലങ്ങളിൽ പ്രവർത്തകർക്ക് നേരെ പോലും ഈ CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാകുന്നു. അവസരം ഇതിനകത്തെ സംഭവം 24 പോലീസുണ്ടെന്ന് അവർ തന്നെ പറയുന്നു. 5 കുട്ടികളാണ് എന്ന് അവർ പറയുന്നു. KSUവിൻ്റെ വിദ്യാർത്ഥികളാണെന്ന് പറയുന്നു. 5 കുട്ടികളെ നേരിടാനായിട്ട് 24 പോലീസ് നിന്നിട്ടും ഇതൊന്നും നേരിടാൻ അവർക്ക് പറ്റിയില്ലേ? അവർക്കൊരു നടപടിയെടുക്കാൻ പറ്റിയില്ലേ? അവസാനം അതിനേക്കാൾ വലിയ പ്രക്ഷോഭമാണ് പുറത്ത്. കണ്ണൂരിലുണ്ടായ സംഭവത്തിൻ്റെ പേരിൽ തിരുവനന്തപുരത്തും പ്രകടനം നടത്തി. നാട്ടിലുള്ള എല്ലാ കോൺഗ്രസ് ഓഫീസുകളിലും അടിച്ച് തകർത്തു. നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ശ്രീ VD സതീശൻ്റെ യാത്രയ്ക്ക് വെച്ചിരുന്ന ബോർഡുകളെല്ലാം തകർത്തു. അപ്പോൾ അക്രമം ഉണ്ടാക്കണമെന്ന് ആരോ തീരുമാനിച്ചിരുന്നു എന്നുള്ളത് വളരെ കൃത്യമല്ലേ? നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നതല്ലേ? അപ്പോൾ ഒരാൾക്കെതിരെ അക്രമത്തിന് വേണ്ടി ശ്രമിക്കുന്നത് ശരിയല്ല. ഞങ്ങളതിന് അനുകൂലമല്ല. അതുകൊണ്ടാണ് ഞാൻ മുൻ മുഖ്യമന്ത്രിയുടെ എതിരായിട്ട് വന്ന അക്രമത്തെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ആ അക്രമ സ്വഭാവമുള്ള ആളുകളല്ല, ഞങ്ങൾ അക്രമത്തോട് യോജിക്കുന്നുമില്ല. പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞ് കേരളം മുഴുവൻ കലാപം ഉണ്ടാക്കിയതല്ല, അതിൻ്റെ ഉത്തരവാദിയില്ലേ? അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കേസുണ്ടോ? കേരളം മുഴുവൻ കലാപമുണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു 506 പോലും എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഒന്നും എടുത്തില്ല.
അതേസമയം അവിടെ വലിയ ഈ ആഘോഷം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസരമായിട്ട് കാണുകയാണോ ഇടതുപക്ഷം തോന്നുന്നത്? ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വ്യാപകമായി അക്രമം നടത്തുവാനും അവിടെയെല്ലാം കോൺഗ്രസ് ഓഫീസ് കത്തിക്കാനും കോൺഗ്രസ് ഓഫീസിനെ കല്ലെറിയാനും പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നടപടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭത്സിക്കാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമം നടക്കുകയല്ലേ. അതിനോട് ആർക്കാ യോജിക്കാൻ പറ്റുക? ഒരക്രമത്തെ എതിർക്കാൻ സർവത്ര അക്രമം. ഇനി അക്രമമാണ് എന്നൊരു വാദഗതി വന്നാൽ പോലും ഒരക്രമത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സർവത്ര അക്രമം. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നേരത്തെ അവരുന്നയിച്ചിരുന്നു. അവിടുത്തെ CCTV ക്യാമറ പരിശോധിക്കുമോ, അതിലെ ചിത്രങ്ങൾ പുറത്തു വിടുമോ എന്ന് ശ്രീ കെ സുധാകരൻ തന്നെ ചോദിച്ചിരുന്നു. അത് കറക്റ്റല്ലേ? ആ CCTV ചിത്രങ്ങളൊന്ന് പുറത്തു വിടണ്ടേ? അവിടെ ഉണ്ടായ അക്രമത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇതാണ് യാഥാർത്ഥ്യം എന്ന് ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ CCTV ചിത്രങ്ങൾ പുറത്തു വിടണ്ടേ? അതൊന്നും ഉണ്ടായില്ലല്ലോ. ഇത് രണ്ടാമത്തെ കാര്യം കൂടി ആലോചിച്ചോളൂ. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന മന്ത്രി അവിടുന്ന് എലിവേറ്ററിൽ കയറി അടുത്ത പ്ലാറ്റ്ഫോമിൽ ചെന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ഈ പ്രശ്നത്തിന് തുടക്കമുണ്ടാകുന്ന രൂപത്തിലേക്ക് ചില വിശകലനങ്ങൾ വന്നത്. സാർ, ഈ മറ്റൊരു കാര്യം, ഈ പഴയ കേസിൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാനൊരു നീക്കം നടന്നുവെന്ന് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അത് ഗണേഷ് കുമാറും അയാളുടെ PA ആയിട്ടുള്ള പ്രദീപ് കുമാറും അതുപോലെ തന്നെ മറ്റേ ബന്ധുവായിട്ടുള്ള ശരണ്യ മനോജ് അതെല്ലാം കൂടി ചേർന്നിട്ടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് അങ്ങനെ ഒരു സത്യം പുറത്തേക്ക് വരുമ്പോൾ അത് അന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വെക്കുമല്ലേ? എല്ലാ സത്യവും പുറത്തു വരട്ടെ. ഇതൊന്നും ഞങ്ങളുടെ ആളുകളൊന്നും അല്ലല്ലോ, പക്ഷെ അവർ യാഥാർത്ഥ്യ കോടതി പറഞ്ഞല്ലോ. എല്ലാ സത്യങ്ങളും പുറത്തു വരട്ടെ. അപ്പോൾ കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. സാർ, ഈ മന്ത്രിയുടെ ഇന്നലത്തെ ആ ഒരു നിലപാട് മന്ത്രി പ്രവോക്ക് ചെയ്തതുപോലെ തോന്നുന്നുണ്ടോ? ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഞാനതുകൊണ്ടാണ് CCTVയിലെ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ പറഞ്ഞത്. അതുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള CCTVയുടെ ദൃശ്യങ്ങൾ വരില്ലേ? അത് പുറത്തു വിടുന്നില്ലല്ലോ. ചിത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിചിത്രമായ നടപടികളിലെത്തുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്.